തിരുപ്പുറംകുന്றம் മുരുകക്ഷേത്രത്തിനോടനുബന്ധമായിട്ടുള്ള മലയിൽ ദീപസ്തംഭത്തിൽ വിളക്ക് കൊളുത്തുന്നതിന് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി സ്വാമിനാഥൻ ഭക്തരെ അനുവദിച്ചു. ആ ഉത്തരവ് നടപ്പാക്കാൻ വിമുഖത കാണിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടിയും കോടതി ആരംഭിച്ചു. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും സ്റ്റാലിനും കോൺഗ്രസിനും ഒക്കെ ഇരിക്കപ്പുറതി ഇല്ലാതെയായി. കാരണം ന്യൂനപക്ഷങ്ങളുടെ അപ്രീതിക്ക് പാത്രമാകില്ലേ തങ്ങൾ മിണ്ടാതിരുന്നാൽ എന്ന ചിന്ത അവരെ വല്ലാതെ അലട്ടി. സ്റ്റാലിനും ഇന്ത്യ കുടുംബവും ഒക്കെ കൂടെ ചേർന്ന് ബഹുമാനപ്പെട്ട പാർലമെൻറ്റിൽ ഒരു നിവേദനം അവതരിപ്പിച്ചു. അതായത് ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. ഏതായാലും ഈ സന്ദർഭത്തിൽ 50-ൽ പരം ഹൈക്കോടതി ജഡ്ജിമാർ രംഗത്ത് വന്നു, ചീഫ് ജസ്റ്റിസുമാരുൾപ്പെടെ. അവർ ജസ്റ്റിസ് സ്വാമിനാഥന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഒരു ഹൈക്കോടതി ഉത്തരവ് പാസാക്കിയാൽ ഏതെങ്കിലും മതത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തെയോ ഹനിക്കുന്നുവെങ്കിൽ ആ ഉത്തരവ് ക്യാൻസൽ ചെയ്യാനായിട്ട് മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് നിയമം നൽകുന്ന രക്ഷ. ആ നിയമത്തിനെതിരെയാണ് ഇവർ ഈ ജഡ്ജിയെ തന്നെ ഇംപീച്ച് ചെയ്യാനുള്ള ശ്രമം. ഇതാർക്ക് വേണ്ടിയാണ് ഈ കള്ളക്കളി, ഈ കാപട്യം എന്നെല്ലാവർക്കും അറിയാം. ഏതായാലും ഇപ്പം സ്റ്റാലിൻ മിണ്ടുന്നില്ല. എന്തെന്നല്ലേ അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിണറായി അയ്യപ്പനോട് കളിച്ച് മൂടും കുത്തി നിലത്ത് വീണ് കിടന്ന് കൈയും കാലും അടിക്കുന്നു. മുരുകനോട് കളിച്ചാൽ തനിക്കും ഇത് വരുമോ, തൻ്റെ അടുത്ത സുഹൃത്താണല്ലോ പിണറായി എന്ന ഭയം സ്റ്റാലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതാണ് അദ്ദേഹം ഇപ്പോൾ പാലിക്കുന്ന ഈ മൗനത്തിന് കാരണം.